നിങ്ങൾ അനുകൂലിക്കുന്ന ചില സ്ത്രീകൾ സ്റ്റേജിലും കയറിയിട്ട് അന്യപുരുഷന്റെ അടുത്തേക്ക് തട്ടി വരുമ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ അത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതിനൊക്കെ ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞാൻ ഒരു ഹദീസും കൂടി പറയാം. നിങ്ങൾ പണ്ഡിതന്മാരല്ലേ, നിങ്ങളിൽ വലിയ വലിയ പണ്ഡിതന്മാർ ഇതിനെ അനുകൂലിക്കുമ്പോൾ നബിൻ്റെ ഒരു ഹദീസുണ്ട്, വൈലും ലി ഉമ്മത്തി മിന്നുലമായി സോയി, ദുഷിച്ച പണ്ഡിതന്മാരിൽ നിന്ന് എൻ്റെ സമൂഹത്തിൻ്റെ നാശമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയല്ലോ ഇതിനിങ്ങനെ ഇത് കൊടുക്കുമ്പോൾ അതൊരു തെറ്റല്ലേ? പോരാത്തതിന് നബിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന്, സ്ത്രീൻ്റെ പേരറിയില്ല, സ്ത്രീ വന്നപ്പം ആ സ്ത്രീനോട് നബി പറഞ്ഞ്, നീ പള്ളിയിൽ വരുന്നതിൽ തെറ്റില്ല, ഹറാമല്ല, പക്ഷെ നിനക്ക് നിന്റെ വീടിൻ്റെ ഉള്ളിലാണ് നിനക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയല്ല കാര്യമായിട്ട് അതിനെ പള്ളിക്ക് കൊണ്ടുപോകാൻ എന്താണ് അതിന് വിശദമായ മറുപടിയാണ്. ആത്തിഖ് റളിയല്ലാഹു തആല അടിച്ചെങ്കിൽ ആ കാലഘട്ടത്തിൽ ദുഷിച്ചു എന്നാണല്ലോ. അപ്പൊ ഈ കാലഘട്ടം അതിനേക്കാണ് മോശല്ലേ, അപ്പൊ പിന്നെ ഹറാമാക്കണ്ടേ? അല്ല, ആ സംഭവം ആത്തിഖ് റളിയല്ലാഹു തആല അങ്ങനെ കാലഘട്ടം ദുഷിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് തന്ത്രം പ്രയോഗിച്ചു എന്നാണ് ചരിത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയുള്ളത്. എന്നാൽ ആ കാലഘട്ടത്തിൽ അവരാരും തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാണ് എന്നൊരിക്കലും വാദിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് എന്നൊരാൾക്കും വാദമില്ല. രണ്ടാമത് മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചപ്പോ പെണ്ണിന് കുഴപ്പമില്ല, പക്ഷെ വീടിന്റെ ഉള്ളാണ് ഉത്തമം. ആയിക്കോട്ടെ, വീടിന്റെ ഉള്ള തന്നെയാണ് പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഉത്തമം, എല്ലാ കാര്യത്തിനും പെണ്ണുങ്ങൾക്ക് വീടിന്റെ ഉള്ള തന്നെയാണ് ഉത്തമം. പക്ഷേ അതുകൊണ്ട് ഹജ്ജിന് പോകുന്നതോ ഉംറക്ക് പോകുന്നതോ തവാഫിന് പോകുന്നതോ അതുപോലെ തന്നെ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന് പോകുന്നതോ തടയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളിയാണ് പൊതുവെ, വീടാണ് അവർക്ക് പൊതുവെ ഉത്തമമെങ്കിലും പള്ളിയിൽ പോകുന്ന ഖൈറിനെ നിങ്ങൾ തടുക്കരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നിങ്ങൾ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിക്ക് ഹറാമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം, പിൽക്കാലത്ത് സഹാബത്ത് ഹറാമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം പിൽക്കാലത്ത് എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഹറാമാക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പലതിന് പുറത്തുകിറങ്ങുമ്പോൾ നടക്കുന്നുണ്ട്. നേരത്തെ സോപ്പ് വാങ്ങാൻ പോയപ്പോ സംഭവം നടന്നില്ലേ, അതുകൊണ്ട് സോപ്പ് വാങ്ങൽ ഹറാമാണെന്ന് പറയാമോ? ദർഗകളിൽ നടക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നില്ലേ, ആസ്പത്രിയിൽ പോകൽ ഹറാമാണെന്ന് പറയാമോ? ബസ്സിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുന്നില്ലേ, എന്നാ പിന്നെ പെണ്ണുങ്ങൾ ബസ്സിൽ കയറൽ ഹറാമാണെന്ന് പറയാമോ? അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നടക്കുന്നില്ലേ, ഫിത്തിന എവിടെയുണ്ടെങ്കിലും അങ്ങോട്ട് പോകണ്ട, പക്ഷെ പള്ളിയിൽ പോകുമ്പോ മാത്രം എന്താണ് ഒരു ഫിത്തിന? ജാറത്തിൽ പോകുമ്പോ ഫോട്ടോ കണ്ടില്ലേ, ജാറത്തിലേക്ക് പോകുമ്പോ പെരുമ്പടപ്പ് പുത്തമ്പള്ളി ആണ്ടുത്സവത്തിന് സ്ത്രീകൾ നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടില്ലേ? ഈ നിലയ്ക്ക് ഒരിക്കലും തലമറക്കാത്ത ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങൾ പുളിങ്ങോം മഖാം ആണ്ടുത്സവത്തിലും നിൽക്കുന്ന രണ്ട് ചിത്രങ്ങൾ 2 പേജുകളിലായി, ഒന്ന് മാതൃഭൂമി 1995 ഏപ്രിൽ 3-നും മറ്റൊന്ന് 1995 ജൂലൈ 24 തിങ്കളാഴ്ചയിലെ ചന്ദ്രികാ ദിനപത്രത്തിലും വന്നതാണ്. അപ്പോ കുഴപ്പങ്ങളുണ്ട്, ഫസാദുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ഹറാമാക്കാൻ പാടില്ല. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തിന് വരുമ്പോ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ വിലക്കുക എന്നതല്ലാതെ അനുവദിക്കപ്പെട്ട കാര്യം ഹറാമാണെന്ന് പറയാൻ ഒരു വകുപ്പുമില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ആദ്യമായി 2 ചോദ്യം ചോദിക്കാൻ എനിക്ക് അനുവാദം തരുന്നത് അഭ്യർത്ഥിക്കുന്നു. ഒരു ചോദ്യത്തിനാണ് അനുവാദം. ഓക്കെ, ഒന്ന് ചോദിച്ച് പിന്നെ 2 ചോദ്യമായല്ലോ. ഫസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന എന്ന ആയത്തിന് മൗലവി 2 വിശദീകരണം നൽകുകയുണ്ടായി. അതിൽ 2ാമത്തെ വിശദീകരണമായ അവരെ അമ്പിയാക്കളെ ജീവിച്ച് കാണിച്ചു കൊടുത്തു, അതിനുശേഷം ചോദിച്ചു എന്നാണ് മൗലവി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് ഇസ്തിഗാസ ചെയ്യാം എന്നാണ് മൗലവി പരോക്ഷമായെങ്കിലും സമ്മതിച്ചത്. അവിടെ നിൽക്കട്ടെ, ഇനി അടുത്തത് ചോദിക്കാം. ഇപ്പൊ ചോദിച്ചതിന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്അൽ മൻ അർസൽന എന്നതിന്റെ വ്യാഖ്യാനം 2 ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു വ്യാഖ്യാനം ഇങ്ങനെ മേറാജിന്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അമ്പിയാക്കളെയെല്ലാം ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു എന്നാണ് എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് ഇസ്തിഗാസ നടത്താമെന്നാണോ നിങ്ങൾ പരോക്ഷമായി സമ്മതിക്കുന്നത്? പരോക്ഷമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ സമ്മതിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പരസ്പരം നമുക്ക് സഹായം ചോദിച്ചൂടെ? അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ.
പരസ്പരമുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടാം. അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം അധീനത്തിൽപ്പെട്ട, ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത പ്രശ്നങ്ങളിൽ, ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത കഴിവുകളിൽ സൃഷ്ടികളോട് ചോദിക്കാൻ ജീവിതകാലത്തായിരുന്നാലും പറ്റില്ല, മരണശേഷമായിരുന്നാലും പറ്റില്ല. ഇതാണിവിടെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത നിലക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായത്തേട്ടങ്ങൾ, 10 റുപ്യ കടം ചോദിക്കുക, റഷാപ്പിൽ അരി വയ്ക്കുക, ഈ നിലക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായത്തേട്ടം ഇവിടെ വിഷയമല്ല, തർക്കമല്ല. വിഷയം എന്താണെന്ന് ചോദ്യകർത്താവ് ശരിക്കും മനസ്സിലാക്കണം എന്ന് ഉറപ്പെടുത്തുന്നു. അടുത്തൊരു ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ ശുഹദാക്കളോട്, ബദരീങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നത് തെറ്റാവുമോ? അവർ ജീവിച്ചിരിക്കുന്നവരല്ലേ, അവർക്ക് റിസ്ക് കൊടുക്കുന്നുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. നിങ്ങൾ ഓതിയ ആയത്തിൽ തന്നെ അതിന് മറുപടിയുണ്ട്. നിങ്ങൾ ഓതിയ ആയത്തിൽ തന്നെ ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദുകളായ ആളുകളെ കുറിച്ച് അവർ കൊല്ലപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ, എങ്കിലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എവിടെ? ഈ ഭൂമിയിൽ എന്നല്ല പറഞ്ഞിട്ടില്ല. അങ്ങനെ ദുർവ്യാഖ്യാനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ പറയുന്നു ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ശുഹദാക്കൾ നാളെ പരലോകത്ത്, ഈ സ്വർഗലോകത്ത് അവർ പച്ച നിറത്തിലുള്ള കിളികളിൽ അവരുടെ ആത്മാക്കൾ ഇങ്ങനെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിൽ ഇഷ്ടമുള്ളയിടത്ത് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് റിസ്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സഹീഹായ ഹദീസിലുണ്ട്. അതിവിടുത്തെ തർക്കമല്ല. അവരവിടെ ജീവിച്ചിരിക്കുന്നുവോ, അവർക്കവിടെ സുഖസൗകര്യങ്ങളുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ നിന്ന് ബദർ ശുഹദാക്കളെ വിളിച്ചാൽ അവർ കേൾക്കുമോ? നമുക്കുത്തരം ചെയ്യുമോ? അതുപോലെ തന്നെ വഹദ് ശുഹദാക്കളെ വിളിച്ചാൽ അവർ കേൾക്കുമോ? ഉത്തരം ചെയ്യുമോ? അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നതിൽ ഇവിടെ തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ അവർ കേൾക്കുമെന്നതുള്ളതിന് രേഖയില്ല, കേൾപ്പിക്കാൻ കഴിയില്ല, ആരായിരുന്നാലും കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശുഹദാക്കളെ വിളിക്കുവാൻ ഇസ്ലാമിൽ ഒരു ആഹ്വാനവുമില്ല. അവർ ജീവിച്ചിരിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ആൾക്കാർ, ഈ ഭൂമിയിൽ അവരെപ്പോ വിളിച്ചാലും ഓടിയെത്തും, നമ്മെ സഹായിക്കുമെന്ന നിലക്കല്ല. ബർസഖിയായ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അവരെ വിളിക്കുവാനുള്ള ഒരു കൽപ്പനയോ അനുമതിയോ ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഷഹീദുകളായ ശുഹദാക്കളെ പിൽക്കാലത്തുള്ള സഹാബിമാര് വിളിച്ച് സഹായം തേടിയ യാതൊരു രേഖയുമില്ല. എത്രയോ സന്നിഗ്ധ ഘട്ടങ്ങൾ കഴിഞ്ഞുപോയിട്ടും ഒരൊറ്റ ശുഹദാക്കളെയും ഒരൊറ്റ സഹാബിമാരോ താബിഈങ്ങളോ വിളിച്ചതായി ഒരു രേഖയുമില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യമുണ്ടോ? വേറെ ചോദ്യം ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് വേറെ ചോദ്യത്തിന് പറ്റില്ല. ചോദ്യകർത്താക്കളൊക്കെ തീർന്നാൽ നിങ്ങൾക്ക് ഇനി അവസരം തരും. അസ്സലാമു അലൈക്കും. ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും ഏതെങ്കിലും ഇബാദത്തിനായി പള്ളിയിൽ പോയതായി നിങ്ങൾക്ക് തെളിയിക്കാമോ? ഞങ്ങളുടെ പണ്ഡിതന്മാർ വർഷങ്ങളായി വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിനിവിടെ വെച്ചെങ്കിലും ഒരു മറുപടി പറയാൻ മൗലവിക്ക് സാധ്യമാണോ? ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും ഏതെങ്കിലും ഒരു സമയത്ത് ഇബാദത്തിന് പള്ളിയിൽ പോയതായി തെളിയിക്കാൻ പറ്റുമോ? ഞങ്ങളെ പണ്ഡിതന്മാർ കുറേ കാലമായി നിങ്ങളോട് വെല്ലുവിളിക്കുന്നു, ഇവിടുന്നെങ്കിലും സ്വീകരിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറല്ലേ. ചിലർക്കൊരു അസുഖം ഉണ്ട്, എന്താ അറിയോ? എത്ര മറുപടി കൊടുത്താലും എത്ര ഹദീസ് കൊടുത്താലും പറയും മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല, 16 കൊല്ലമായി ഞാൻ വെല്ലുവിളിക്കണ്, എന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും പള്ളിയിലേക്ക് പോയി എന്ന് വ്യക്തമായ രേഖയുണ്ടായാലേ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ അനുവദനീയമാവുകയുള്ളൂ എന്നൊരു നിയമം ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു സ്ത്രീ പള്ളിയിൽ വന്നിട്ട് റസൂലുള്ളാഹി എതിർക്കാതിരുന്നാൽ തന്നെ പെണ്ണ് പള്ളിയിൽ വരൽ അനുവദനീയമാണ് എന്നുള്ളതിന് തെളിവായി. പിന്നെ ആയിഷ ബീവി പോയോ ഫാത്തിമ ബീവി പോയോ മറ്റുള്ളവരൊക്കെ പോയിന്ന് തെളിവ് കിട്ടുമ്പോൾ ആയിഷ ബീവി തന്നെ പോയിന്ന് തെളിവ് കിട്ടണം എന്നാ ചിലരുടെ വാശി. അതെന്തിനാണെന്നറിയോ? വേറെയൊക്കെ തെളിവുണ്ട്. അപ്പൊ ആയിഷ ബീവി പോയി എന്നൊരു ഹദീസിലുണ്ടോ, ഫാത്തിമ ബീവി പോയി എന്നൊരു ഹദീസിലുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് നടക്കുകയാണ് ചില ആൾക്കാർ. അങ്ങനെ ഉണ്ടാവുമോ?
അങ്ങനെ ഒരാൾ പോയി എന്നുണ്ടാവോ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുഹൂർ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊരു ഹദീസിൽ കാണിക്കാമോ? വെല്ലുവിളിക്കുന്നു, സർവ്വ മുസ്ലിയാക്കന്മാരെ വെല്ലുവിളിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ വന്ന് ദുഹൂർ നമസ്കരിക്കാറുണ്ടായിരുന്നു. എന്നാ അതിന്റെ അർത്ഥം എന്താ? പള്ളിയിലൊന്നും ഞാനുങ്ങളൊന്നും ദുഹൂർ നിസ്കരിക്കണ്ടാണ്. ഉമർ ഖത്താബ് നിസ്കരിച്ചു എന്ന് തെളിവ് കണ്ടല്ലോ. നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ സഹാബ സ്ത്രീകൾ പള്ളിയിൽ വന്നിട്ടുണ്ടോ ഇല്ലേ? പിന്നെന്തിനാ ആയിഷ ബീവി പോയോ, ഫാത്തിമ ബീവി പോയോ എന്നെ വാശി പിടിക്കണം? എന്തിനറിയോ? മറ്റുള്ളതൊക്കെ പറയുമ്പോൾ ഞാൻ അയിമ പിടിക്കാനാണ്. നാട്ടിലൊരു ഒരു ഔലിയ ചേക്കാമോക്കാണ് അയാളെ വിളിക്കുക. അപ്പൊ ചേക്കാമോയിലാണ് മൂപ്പര് ഒറിജിനൽ ഔലിയാണ്. ഒറിജിനൽ ഔലിയാവുമ്പോ പിന്നെ നിസ്കാരം മക്കത്താവും. നമ്മളെ വടവൂരിന്റെ മാതിരി നിസ്കാരം മക്കത്താണല്ലോ മൂപ്പർക്ക്. മൂപ്പരെ നിസ്കാരത്തെ കുറിച്ച് നമ്മളെ CM മടവൂർ സ്മരണികയിൽ പല പ്രാവശ്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടെന്ന്. ഈ നിലയ്ക്ക് മക്കത്ത് പോയിട്ടാണ് അദ്ദേഹം നിസ്കരിക്കാറുള്ളത്. അപ്പോ ഒരവസരത്തിൽ എന്തായിരുന്നു നമ്മളെ CM നമസ്കരിക്കാൻ പോകൂലാനാണ്. അപ്പൊ നിസ്കരിക്കാൻ പോകൂലാന്നായപ്പോ പരാതി വന്നപ്പോ CM മടവൂരിന്റെ വീട്ടിൽ പോയി നിങ്ങളെന്താ നിസ്കരിക്കാത്തതെന്ന് പോയി ചോദ്യം ചെയ്യാനാണ്. അപ്പൊ മൂപ്പര് ഈ ചോദ്യകർത്താവിനെ വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് വാതിലടച്ചു എന്നാണ്. വാതിലടച്ചപ്പോഴതാ വാതിലിന്മേലൊരു സ്ക്രീൻ ഇങ്ങനെ തെളിയുന്നു. ആ സ്ക്രീനിൽ മക്കയും മദീനയും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ മക്കയില് ഹറം ഷരീഫിൽ ഇങ്ങനെ CM മടവൂരിൽ നിന്ന് നിസ്കരിക്കുന്നത് ഈ വീട്ടിലെ ഡോർമൽ ഇങ്ങനെ സ്ക്രീനിൽ തെളിയുന്നു. വേറൊരു സമയത്ത് കൈപ്പത്തി ഇങ്ങനെ കാണിച്ചു കൊടുത്തു CM മടവൂര്. അപ്പോൾ ആ കൈപ്പത്തിയിന്മേൽ കഅബയുടെ ഫോട്ടോ തെളിയുന്നു. അപ്പൊ കഅബയുടെ ഫോട്ടോ തെളിഞ്ഞപ്പോ അതിലുണ്ട് CM മടവൂര് ഇങ്ങനെ ആരിഫീങ്ങൾക്ക് ഇമാമായി നിൽക്കുന്നു എന്ന് ഇതേ പുസ്തകത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചത് അങ്ങനത്തെ ചില ഔലിയാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ചില സുഖമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് നിസ്കരിച്ചോളണമെന്നില്ല, അവർ നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റം പറയാൻ പാടില്ല. വഹീദ്ദീൻ ശൈഖിനെ പറ്റി പോലും ഞാനെന്താ നിസ്കാരത്തിന് പോകാത്തത് എന്ന് ആളുകൾ എന്നോട് ചോദിക്കുന്നു. ഞാൻ മക്കത്ത് വെച്ചാണ് നിസ്കരിക്കാറുള്ളതെന്നെന്തോ ഇവർക്കറിയുന്നു. അങ്ങനെ വഹീദ്ദീൻ ശൈഖിനെ പോലും ഇവർ പാടി പാടി പുകഴ്ത്തി ഇകഴ്ത്തിയിട്ടുണ്ട് എന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നു. വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെ നാട്ടിലൊരു ചേക്കാമൗലിയ ഇവർ നിസ്കരിക്കൂല. മൂപ്പരോട് പറഞ്ഞു നിങ്ങളെന്താ നിസ്കരിക്കാൻ പോകത്ത്? നിസ്കാരം നിർബന്ധാന്ന് ഖുർആനിലല്ലേ? അപ്പൊ ചേക്കാമൗലിയുടെ ചോദ്യം, ചേക്കാമു നിസ്കരിക്കണം എന്നൊരായത്ത് കാണിച്ചു തരാമോ? എന്താ കുടുങ്ങിയില്ലേ? ഉത്തരം പറയാൻ പറ്റും. ചേക്കാമു നിസ്കരിക്കണം എന്നൊരായത്തുണ്ടാവോ എന്ന മാതിരിയല്ലേ മുസ്ലിംമാരെ നിങ്ങളുടെ ചോദ്യം? ആയിഷ ബീവി പള്ളിയിൽ പോയതായി തെളിയിക്കാമോ? ഫാത്തിമ ബീവി ഒരു ജുമഅക്ക് പോയതായി തെളിയിക്കാമോ? എന്നാ നിങ്ങൾ പഠിച്ചു വെച്ചോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് പള്ളിയിൽ ഒരു റക്അത്ത്, ഒരു ജമാഅത്തിനല്ല, രണ്ടെണ്ണത്തിനല്ല, ഒരു ദിവസമല്ല, 10 ദിവസം പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാന ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ തന്റെ പള്ളിയിൽ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തകഫ, പിന്നീട് ശ്രദ്ധിച്ചോ, സുമ്മ ഇഅ്തകഫ, പിന്നീട് ഇഅ്തികാഫ് ഇരുന്നു അസ്വാജുഹു, റസൂലുള്ളാഹിയുടെ ഭാര്യമാര്, ബഅദഹു, റസൂലുള്ളാഹിയുടെ മരണശേഷം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന്റെ ശേഷം തന്നെ റസൂലുള്ളാഹിയുടെ ഭാര്യമാര് ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, 10 ദിവസം റമദാനിലെ അവസാനത്തെ 10 ദിവസം മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, 10 ദിവസത്തിൽ ഏതാണ്ടൊരു 49ഓളം ഫർദ് നിസ്കാരങ്ങൾ വരില്ലേ? ഒരു ജുമഅയും വരില്ലേ? അത് തന്നെ തെളിവല്ലേ? ജമാഅത്തിന് പോയതായും ജുമഅക്ക് പള്ളിയിൽ പോയതായും തെളിവല്ലേ? ആ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ. ഇനി ആയിഷ ബീവിയെ പോലെയുള്ള പ്രവാചകന്റെ ഭാര്യമാര് തന്നെ പോയി എന്നതിന് വേണമെങ്കിലും അത് തെളിവാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് മാത്രമല്ല ശേഷവും അവരങ്ങനെ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നത് നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു. ചോദ്യകർത്താവിന്റെ സംശയം തീർന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. ഉപചോദ്യം ഉണ്ടോ? അത് ഇഅ്തികാഫിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല.
അത് വീട്ടിൽ വെച്ചായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സുലൈമാൻ സക്കാഫി തൻ്റെ ഫ്രീ ഒരു പള്ളി പ്രവേശനം എന്നുള്ള ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഈ ഈത്തിക്കാഫിനെ പറ്റി പറഞ്ഞപ്പോ ഇപ്പോ മാന്യ സഹോദരന്റെ അടുത്ത സംശയം, ഈത്തിക്കാഫിനെ കുറിച്ച് പറയണ്ട, അല്ലെങ്കിൽ നമുക്ക് എതിരാണ്. എന്നാ പിന്നെന്താണ് ഈത്തിക്കാഫിൽ എന്താ കുഴപ്പം? അത് പള്ളിയിലല്ല വീട്ടിലായിരുന്നു. ആരെങ്കിലും ചങ്ങായിമാരെ വീട്ടിൽ ഈത്തിക്കാഫിരിക്കോ? വീട്ടിലാരെങ്കിലും ഈത്തിക്കാഫിരിക്കോ? ഈത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ പള്ളി ദർസിൽ ഓതി പഠിപ്പിക്കുന്ന ചെറിയ ഫിഖ്ഹിന്റെ കിതാബുകളിലടക്കം ഏതിലും ഈത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ തന്നെ പള്ളി കുത്തിരിക്കുന്നതിനാ കൂട്ടരെ പറയാം, എങ്ങനെങ്കിലും ഒന്ന് പഠിക്കും നിങ്ങൾ. ഷാഫി മദ്ഹബുകാരല്ലേ ഈ ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ? പള്ളിയിലല്ലാതെ ഈത്തിക്കാഫ് ശരിയാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇതാ ഈ പരിഭാഷ കേട്ടോളൂ. ഇത് റിയാദുസ് സാലിഹീനിന്റെ പരിഭാഷയാണ്. പരിഭാഷകൻ AK ഉസ്മാൻ മൗലവി അതിൽ ഈത്തിക്കാഫിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അബൂ ഹുറൈറയുടെ ഹദീസ് നേരെ ചോട്ടിലാണുള്ളത്, ആദ്യത്തെ ഹദീസാണ് കൽപ്പിക്കുന്നത്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാന. റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയോഗം വരെ ഇഅ്തികാഫ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. അവിടുത്തെ വിയോഗാനന്തരം പത്നിമാരും ഇഅ്തികാഫ് അനുഷ്ഠിച്ചു പോന്നു. ഇനി ഉസ്മാൻ മൗലവി, മുജാഹിദ് മൗലവി അല്ലട്ടോ, നടക്കുന്ന വിശദീകരണം കേട്ടോളൂ. ഇഅ്തികാഫ് മനസ്സിൽ കരുതിക്കൊണ്ട് അല്പസമയമെങ്കിലും പള്ളിയിൽ പാർക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയപ്പെടുന്നത്. റമദാനിലും അല്ലാത്തപ്പോഴും ജുമഅത്ത് പള്ളിയിലും അല്ലാത്തതിലും ഇഅ്തികാഫ് അനുഷ്ഠിക്കാം. നോമ്പുണ്ടായിരിക്കലും ജുമഅത്ത് പള്ളിയിലായിരിക്കലും ഒരു ദിവസത്തേക്കാൾ കുറയാതിരിക്കലും പ്രത്യേകം സുന്നത്താണ്. സംയോഗം കൊണ്ടും ഇന്ദ്രിയം സ്ഖലിപ്പിക്കുന്നത് കൊണ്ടും ഇഅ്തികാഫ് ബാത്തിലാകും. തുടർച്ചയായി ഇഅ്തികാഫ് നേർച്ചയുണ്ടെങ്കിൽ അത്യാവശ്യമായ മലമൂത്ര വിസർജനം, രോഗം, ആർത്തവം തുടങ്ങിയവക്കല്ലാതെ സഖാഫിമാർക്ക് ആർത്തവം ഉണ്ടാവോ നമുക്കറിയില്ല. പെണ്ണുങ്ങളെ വിഷയാനാ എല്ലാവരും മനസ്സിലാക്കിയത്. പെണ്ണുങ്ങളെ കാര്യ പറയുന്നത് ആർത്തവം തുടങ്ങിയവക്കല്ലാതെ പള്ളി വിട്ട് പുറത്തു പോകാൻ പാടുള്ളതല്ല. രോഗിയെ സന്ദർശിക്കുവാനോ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുവാനോ പുറത്തുപോയാൽ ഇഅ്തികാഫ് ബാത്തിലാകും. നിയമാനുസൃതം ഇഅ്തികാഫിരിക്കുന്നതിന് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാണ്. റിയാദുസ് സാലിഹീൻ പരിഭാഷ 585-ാമത്തെ പേജ്. ഇനിയും ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ ഇഅ്തികാഫ് സംബന്ധമായ വിഷയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൂടി 1-2 കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇഅ്തികാഫ് പള്ളിയിലല്ലാതെ ശരിയാകുന്നതല്ല. ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഈ വിഷയത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് ഇഅ്തികാഫിരുന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. ശറഹ് മുസ്ലിമിന്റെ 4-ാം വാള്യം 325-ാമത്തെ പേജിൽ ഇങ്ങനെ വായിക്കാം. ഇഅ്തികാഫിന്റെ ഹദീസുകൾ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, വഫീ ഹാദിഹിൽ അഹാദീസി, ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം, ഹദീസുകളിലുണ്ട്, അന്നൽ ഇഅ്തികാഫ ലാ യസിഹു ഇല്ലാ ഫിൽ മസ്ജിദി, ഇഅ്തികാഫ് പള്ളിയിലല്ലാതെ സ്വഹീഹാവുന്നതല്ല. ലിഅന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വഅസ്വാജുഹു, ശരിക്ക് ശ്രദ്ധിക്കുക, ചോദ്യകർത്താവ് ശ്രദ്ധിക്കുക, സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. വഅസ്വാജുഹു, റസൂലുള്ളാഹിയുടെ ഭാര്യമാരും, വഅസ്ഹാബുഹു, റസൂലുള്ളാഹിയുടെ സഹാബാക്കളും, ഇന്നമാ ഇഅ്തഖഫൂ ഫിൽ മസ്ജിദി, അവർ പള്ളിയിൽ മാത്രമാണ് ഇഅ്തികാഫിരുന്നത്. മഅൽ മശഖ്ഖതി ഫീ മുലാസമതിഹി, അവർ അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നതിൽ ബുദ്ധിമുട്ടുള്ളതോടൊപ്പം പള്ളിയിൽ തന്നെ അവർ ഇരുന്നിട്ടുള്ളൂ. ഫലൗ ജാസ ഫിൽ ബൈത്തി, വീട്ടിൽ ഇഅ്തികാഫ് അനുവദനീയമായിരുന്നുവെങ്കിൽ ലഫഅലൂഹു വലൗ മറത്തൻ, ഈ വിധത്തിൽ ഒരിക്കലെങ്കിലും അത് അനുവദനീയമാണെങ്കിൽ ഒരിക്കലെങ്കിലും അവർ പള്ളിയിലല്ല വീട്ടിലിരിക്കുമായിരുന്നു. ലാസിയമൻ നിസാ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, ലിഅന്ന ഹാജതഹുന്ന, ആ പെണ്ണുങ്ങൾക്ക് വീടുകളിലല്ലേ
എപ്പോഴും അത്യാവശ്യമുള്ളത് വീടുകളിൽ ഉണ്ടായിരിക്കൽ അത്യാവശ്യമായ പെണ്ണുങ്ങൾ പോലും ഒരിക്കൽ പോലും വീട്ടിൽ ഇരുന്നിട്ടില്ല. എഴുത്തിക്കാഫ് പള്ളിയിലേ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് പള്ളിയിലല്ലാതെ എഴുത്തിക്കാഫ് സഹീഹാവുകയില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹ് മുസ്ലിമിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ ചോദ്യകർത്താവ് പറഞ്ഞത് എന്താ അറിയോ? സുലൈമാൻ സഖാഫി പറഞ്ഞിട്ടുണ്ട്, ഉപരിക്ക് എന്തും പറഞ്ഞൂടെ, നബിക്ക് ശേഷം ഭാര്യമാര് ഇത്തിക്കാഫിരുന്നത് വീടുകളിലായിരുന്നു എന്ന് സുലൈമാൻ സഖാഫി പറഞ്ഞു. സുലൈമാൻ സഖാഫിക്ക് എന്തും പറഞ്ഞൂടെ? പച്ച നുണ പറയാം മൗലൈമാർ മുസ്ലിയാക്കന്മാർക്ക് യാതൊരു മനസ്സാക്ഷി കുത്തൂല്ല എന്നർത്ഥം. നവവി ഇമാമിന് ഇവിടെ വിവരല്ലേ? സഖാഫിക്കാണോ വിവരമുള്ളത്? തന്നെയുമല്ല, വേറൊരു കാര്യം കൂടെ കേട്ടോളൂ. അവര് പറയാണെന്ത്, ജീവിതകാലത്ത് തന്നെ സ്ത്രീകളുടെ എഴുത്തിക്കാഫ് നബിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നും കൂടി സഖാഫി പറയുന്നുണ്ട്. ചോദ്യകർത്താവ് ചോദിച്ചതിലും ഒഴിമല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാ. നിങ്ങളുടെ സഖാഫി എഴുതിയതിൽ ജീവിതകാലത്ത് തന്നെ സ്ത്രീകളുടെ എഴുത്തിക്കാഫ് നബിക്ക് ഇഷ്ടമല്ലായിരുന്നു. റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിനെ കുറിച്ച്, റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ കുറിച്ച് എന്താണ് ഇവർ ജനങ്ങളോട് പറയുന്നത്? നബിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഭാര്യമാര് ചെയ്തുവെന്നോ? റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് തന്നെ തടഞ്ഞിരുന്നു എന്ന് രേഖയുണ്ടത്രേ. 1997 ഫെബ്രുവരി 4 ഇറങ്ങിയ സിറാജ് പത്രത്തിലെഴുതുന്നു. ഉളുപ്പില്ലാതെ കള്ളത്തരം എഴുതുന്നത് കേട്ടോളൂ. പ്രവാചകന്റെ കാലത്ത് പത്നി ആയിഷ ബീവി പള്ളിയിൽ ഇത്തിക്കാഫിരുന്നത് തെളിവായി പുത്തൻവാദികൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇത് പ്രവാചകൻ പിന്നീട് തടഞ്ഞതായി രേഖയുണ്ട്. നാണമില്ലാതെ എഴുതിവിടുന്ന ആളുകളെ, റസൂലുള്ള തടഞ്ഞ ഒരു കാര്യം റസൂലുള്ളാഹിയുടെ മരണശേഷം ആയിഷ ബീവി ചെയ്യുമോ? റസൂലുള്ള തടഞ്ഞ ഒരു കാര്യം റസൂലുള്ളാഹിയുടെ മരണശേഷം ഭാര്യമാര് ചെയ്യുമോ? എന്താണ് നിങ്ങൾ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത്? എന്താണ് നിങ്ങൾ ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നത്? എന്താണ് നിങ്ങൾ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ കുറിച്ച് മനസ്സിലാക്കിയത്? റസൂലുള്ള ഒരു കാര്യം തടയുക, എന്നിട്ട് റസൂലുള്ള മരിക്കാൻ കാത്തിക്കുക, അതിന്റെ ശേഷം ഭാര്യമാരൊക്കെ പള്ളിയിലേക്ക് പോവുകയെ. എന്തേ റസൂലുള്ള? എന്തേ നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാന്മാരെ ആണോ റസൂലുള്ളാഹിയുടെ ഭാര്യമാര്? അല്ലല്ലോ, അവർ ഈമാനുള്ളവരല്ലേ, അവർ റസൂലുള്ളയെ പിൻപറ്റുന്നവരല്ലേ. റസൂലുള്ള പോക്ക് തടഞ്ഞുവെങ്കിൽ പിന്നെ എങ്ങനെ ഭാര്യമാര് പോയി? അതുകൊണ്ട് തന്നെ ഈ വക ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് യാതൊരു പഴുതുമില്ല. അപ്പോ വേറൊരു മുസ്ലിയാരെ എഴുതാണ്, എന്താ അറിയോ? അവര് സ്വന്തം വീടുകളിലായിരുന്നു എഴുത്തിക്കാഫിരുന്നത്, പള്ളിയിലായിരുന്നില്ല. എന്നിട്ട് മൂപ്പരെന്നെ പറയണേ, പുരുഷന്മാർ പള്ളിയിലില്ലാത്ത തക്കം നോക്കി, പുരുഷന്മാര് പള്ളിയിലില്ലാത്ത തക്കം നോക്കി അവിടെ പ്രവേശിച്ച് എഴുത്തിക്കാഫിരിക്കുവാൻ നബിയുടെ ഭാര്യമാർക്ക് യാതൊരു പ്രയാസവുമില്ല. നബിയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാര് എഴുത്തിക്കാഫിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞത്. ഇങ്ങനെ എഴുത്തിക്കാഫിരുന്നതിനെ പറ്റിയാണ് ഇപ്പൊ മൗലവിമാര് തമ്മിലടി. ഒരു മൗലവി പറഞ്ഞു വീട്ടിലായിരുന്നു, മറ്റേ മൗലവി പറഞ്ഞു അല്ലടാ അങ്ങനെയാണ് പറഞ്ഞാൽ മൗലവിമാര് നമ്മളെ വിടുവോ? അതുകൊണ്ട് ചെറിയൊരു കോട്ടിമാട്ടൽ എന്താ, പള്ളിയിൽ തന്നെ ആയിരുന്നു. പിന്നെ എങ്ങനെ ആയിഷ ബീവി പോയിരുന്നത്? തക്കം നോക്കും. പള്ളിയിൽ ഇങ്ങനെ ആയിഷ ബീവി ഇങ്ങനെ എത്തി നോക്കും, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എന്നാ വീട്ടിൽ നിന്നൊരു ചാട്ടം പള്ളിയിലേക്ക്. എന്നിട്ട് ഇങ്ങനെ അടങ്ങനെ ഇറ്റിക്കാതിരിക്കുകയാണ് ആയിഷ ബീവി. അപ്പോഴാവും ബിലാൽ വാങ്ങിക്കൊടുക്കാൻ വരെ, പരപുരുഷൻ വരുന്നുണ്ട് എന്നിട്ട് ആയിഷ ബീവി ഓടും. പിന്നെയും പള്ളിയിൽ ആളില്ലാത്ത തക്കം നോക്കിയാണ്ടെന്ന് ചാടും. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് ജമാഅത്തിന്റെ സമയം പള്ളി ഹറാം എന്ന് പറഞ്ഞിട്ട് ഇത്തിക്കാഫിരിക്കും ആയിഷ ബീവി ഓടും. എന്നാണോ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഉളുപ്പില്ലാതെ പറയുന്നത്? അങ്ങനെയാണോ നിങ്ങളുടെ വാദപ്രകാരം വന്നു ചേരുന്നതല്ലേ? തക്കം നോക്കണ്. എന്ത് തക്കം നോക്കല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ റസൂലുള്ളാഹിയുടെ കൂടെയും ഇത്തിക്കാഫിരുന്നു, അല്ലാത്ത നിലക്കും ഇത്തിക്കാഫിരുന്നു. അവർ പ്രത്യേകം ടെന്റുകൾ തന്നെ പള്ളിക്കുള്ളിൽ കെട്ടി ഇത്തിക്കാഫിരുന്നുവെന്ന് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ? റസൂലുള്ളാഹി തടഞ്ഞിട്ടില്ല. തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും പോവുകയുമില്ല. പിന്നെ നബി ഒരിക്കൽ തടഞ്ഞു. എന്തേ കാരണം? ഒരിക്കൽ പള്ളിയിൽ നോക്കുമ്പോണ്ട് ഒരു ടെന്റ്. അപ്പൊ ഒരു ഭാര്യ ഇതെന്താ, ഞാൻ ഇത്തിക്കാഫിരിക്കുക. അപ്പൊ നോക്കുമ്പോ വേറൊരു ഭാര്യയും വന്നിട്ട് ഇത്തിക്കാഫിരുന്നു, വേറൊരു ഭാര്യയും വന്ന് ഇത്തിക്കാഫിരുന്നു. ആകെ ചെറിയൊരു പള്ളിയിൽ നോക്കുമ്പോ ഭാര്യമാരൊക്കെ ടെന്റ് ഉണ്ടാക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താ ഇപ്പൊ പള്ളിയിൽ കുറെ ടെന്റ്? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ഇത്തിക്കാഫിരിക്കാണ്. നിങ്ങളിതുകൊണ്ട് പുണ്യാണോ ഉദ്ദേശിക്കുന്നത് അതോ മത്സരാണോ? പോയി ഈ പരിപാടി, ഈ ടെന്റ് ഉണ്ടാക്കിയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നബി അക്കൊല്ല ഇരുന്നില്ല. എന്നാ അതിനെ തടഞ്ഞു വന്നാണോ? ടെന്റുകൾ ഒരുപാട് പള്ളിയിൽ ഉണ്ടാക്കിനീന് മത്സര ബുദ്ധിയെയുമാണ് അവിടെ എതിർത്തത്. നേരെ മറിച്ച് എഴുത്തിക്കാഫിനെ എതിർത്തിട്ടില്ല. എഴുത്തിക്കാഫ് എതിർത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഒരൊറ്റ ഭാര്യയും എഴുത്തിക്കാഫിന് പോകുമായിരുന്നില്ല. അത് തക്കം നോക്കി പോയതാണെന്നോ പൊരയിലായിരുന്നുവെന്നോ വീട്ടിലെ പള്ളിയെന്നോ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. വേറൊരു മുസ്ലിയാർ പറഞ്ഞൊരു രസം കേൾക്കണം എനിക്ക്. അത് പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങളെ തടയരുത്. അതെന്താ? വീട്ടിന്റെ ഉള്ളിലൊരു പ്രത്യേക റൂം
പള്ളിയായിട്ട് ഉണ്ടാക്കിയാൽ ആ പള്ളിക്ക് ഞാൻ പോട്ടെ എന്ന് പുതിയാപ്പളിനോട് സമ്മതം ചോദിച്ചാൽ തടയരുത്. ഏയ് നമ്മളെ വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു റൂം ഉണ്ടാക്കിയാൽ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളോട് ചോദിക്കണം, ഞാൻ ആ റൂമിക്കൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് സമ്മതം ചോദിക്കണം എന്ന് പറയുന്ന കൗമാണിത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ ഇത്തികാഫിരിക്കുന്ന അവസരത്തിൽ ഇനി മാലിക് ഇമാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ കുറെ മസ്അലകൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾ കേട്ടോളൂ. ഒരു പെണ്ണ് ഇത്തികാഫിരിക്കുകയാണ്. ആരാ മാലിക് ഇമാം? ഇമാം മാലിക് എന്ന് പറയുന്നത് ഇമാം അബൂ ഹനീഫയ്ക്ക് ശേഷം രണ്ടാമത്തെ മദ്ഹബിന്റെ വ്യക്തിയാണ്. മാലികി മദ്ഹബിന്റെ പണ്ഡിതനാണ്. ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുദവ്വനത്തുൽ കുബ്ര എന്ന മാലികി മദ്ഹബിലുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. മാ ഖൗലു മാലിക്, ചോദ്യമാണ്. മാലിക് ഇമാമിന്റെ അഭിപ്രായം എന്താണ്? ഫിൽ മറിയത്തി, ഒരു പെണ്ണ് തഅതഖിഫു ഫീ മസ്ജിദിൽ ജമാഅ, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ഒരു പെണ്ണ് ഇത്തികാഫിരിക്കാൻ പറ്റുമോ? ഖാല നഅം, പറ്റും. അപ്പൊ ചോദിച്ചു, വീട്ടിലെ പള്ളിയിൽ ഇരിക്കാവോ? അത് പറ്റൂല, അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയിൽ തന്നെ ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചോദ്യം അദ്ദേഹം പറയുന്നത്, വഖാല മാലിക്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫിൽ മുതല്ലഖത്തി, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ്, വൽ മുതവഫ അൻഹാ സൗജുഹാ, ഭർത്താവ് മരിച്ച് വിധവയായ ഒരു പെണ്ണ്, വഹിയ മുഅ്തഖിഫ, ഒരു പെണ്ണ് ഇങ്ങനെ പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോഴാണ് അവളെ പുജാപ്പള മരിച്ചത്. പെണ്ണ് പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന അവസരത്തിൽ ഭർത്താവ് മരണപ്പെട്ട് വിധവയായി. എന്നാൽ അവൾ എന്ത് ചെയ്യണം എന്ന മസ്അലയാണ് പറയുന്നത്. എഴുത്തിക്കാഫിൽ അവളെ തുടരുക തന്നെ ചെയ്യണം. പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് ബാക്കിയുള്ള ദിവസം വീട്ടിന്റെ ഉള്ളിലാണ് ഇദ്ദ ഇരിക്കേണ്ടത്. ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ ഇസ്ലാമിലെ നിയമം എന്താണ്? 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണം, അല്ലേ? അപ്പൊ ഒരു ഭർത്താവ് മരിച്ച വിധവ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണം എന്നാണ് നിയമം. അപ്പൊ ഒരു പെണ്ണ് പള്ളിയിൽ ഇത്തികാഫിരിക്കാണ്. ഇത്തികാഫിരിക്കണിന്റെ ഇടയിലാണ് പുതിയാപ്പള മരിച്ചത്. അപ്പോൾ ഉടനെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഇദ്ദ തുടങ്ങണോ? വേണ്ട. അവൾക്ക് അംഗീകരിക്കപ്പെട്ട സമയത്ത് അവൾ എത്രയാണ് പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ അത്രയും ദിവസം ഇത്തികാഫിരുന്ന് കഴിഞ്ഞതിന്റെ ശേഷം വീട്ടിൽ പോയി ബാക്കിയുള്ള ദിവസം വീട്ടിൽ ഇദ്ദ ഇരുന്നാൽ മതി എന്ന് അൽ മുദവ്വനത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 231-ാമത്തെ പേജിൽ പറയുന്നു. ഇനി ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ പറയുന്നത് കേട്ടോളൂ. ഒരു പെണ്ണ് ഇദായത്തകഫത്ത്, ഒരു പെണ്ണ് ഇത്തികാഫിരിക്കാണ്. ഒക്കെ പഠിച്ചു വെച്ചോളിൻ. സുമ്മ ഹാലത്ത് ഫീ ഇത്തികാഫിഹാ, നമ്മളെ മൂലയന്മാർക്ക് വലിയ പേടിപ്പതാ. പെണ്ണുങ്ങൾ അബലകളാണ്, ചബലകളാണ്, പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൈലുണ്ടായ എന്താ കാറ്റാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പരിഹാരം പറയുന്നു. ഒരു പെണ്ണ് പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോ ഇത്തികാഫിരിക്കുന്ന അവസരത്തിൽ അവൾക്ക് മെൻസസ് ആയി. എന്താണ് അവൾ ചെയ്യേണ്ടത്? അന്നഹാ തർജിഉ ഇലാ ബൈതിഹാ, ഇത്തികാഫിരിക്കുമ്പോ ഹൈലുണ്ടായാൽ പള്ളിയിലിരിക്കാൻ പാടില്ലല്ലോ, വീട്ടിലേക്ക് ഉടനെ പോകണം. എന്നിട്ടോ ഇനി പാടില്ല എന്നാണോ? അല്ല, ഫൈദാ തഹുറത്ത്, അവൾ ശുദ്ധിയായി കഴിഞ്ഞാൽ, കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാൽ, റജഅത് ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് അവൾ മടങ്ങി വരണം. അയ്യത്ത സായത്തിൻ തഹുറത്ത്, ഏത് സമയത്താണോ അവൾ ശുദ്ധിയായത് ആ സമയത്ത് തന്നെ ഒട്ടും പാഴാക്കാതെ അവൾ പള്ളിയിലേക്ക് മടങ്ങി വരണം. സുമ്മത്തബിനി അലാമാ മദാ മിൻ ഇഅ്തികാഫിഹാ, അവളുടെ ഇഅ്തികാഫിൽ ഏതാണ് മുറിഞ്ഞു പോയതെങ്കിൽ ബാക്കിയുള്ളത് ഈ നഷ്ടപ്പെട്ട ദിവസങ്ങൾ അവൾ ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് വീണ്ടെടുക്കണമെന്ന് ഇമാം മാലിക്കിന്റെ അൽ മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോ അവരാരും വിചാരിച്ചില്ല ഹിജാബിന്റെ ആയത്തുണ്ടല്ലോ, ഹിജാബിന്റെ ആയത്തില്ലേ, ബൃഹത്താബ് അടിച്ചിട്ടില്ലേ, മറ്റോര് തടഞ്ഞിട്ടില്ലേ എന്നൊന്നും ഇമാം മാലിക്കിന് വിവരമില്ലാഞ്ഞിട്ടാണോ ഈ മസ്അലകൾ എഴുതി വെച്ചത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഅ്തികാഫിന് പോകുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല, അങ്ങനെ പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. വീട്ടിലായിരുന്നു തക്കം നോക്കിയിട്ടാണ് എന്നുള്ളതൊക്കെ ദുർവ്യാഖ്യാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇഅ്തികാഫിന് പോയത് തന്നെയും പ്രവാചകന്റെ ഭാര്യമാര് ജുമാ ജമാഅത്തിൽ പങ്കെടുത്തു എന്നുള്ളതിനുള്ള തെളിവാണ് എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അത് വീട്ടിന്റെ ഉള്ളിലല്ല, വീട്ടിന്റെ ഉള്ളിൽ ശരിയാവില്ല എന്ന് ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ആശയത്തെ ആശയം കൊണ്ട് നേരിടണം, അക്രമം കൊണ്ടല്ല എന്ന് പ്രസംഗിക്കുന്ന ആളാണ് താങ്കളും താങ്കളെപ്പോലുള്ള മുജാഹിദ് പണ്ഡിതന്മാരും. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം. ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ആളാണ് ബാൽ താക്കറും ഉമാ ഭാരതിയും.
അതുപോലെ തന്നെ നിങ്ങളുടെ പണ്ഡിതനായ NV ഇബ്രാഹിം മൗലവി നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അൽമനാറിൽ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ സുന്നികളെയും കൊല്ലണമെന്ന് എഴുതിയിട്ടില്ലേ? ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താ? ഇത് ഞാൻ വായിച്ചതല്ല, ഞങ്ങളുടെ സുന്നി പണ്ഡിതന്മാർ കേരളത്തിൽ നടത്തിയ മുഖാമുഖങ്ങളിലൂടെ ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ചതാണ്. അതുകൊണ്ട് താങ്കളുടെ അഭിപ്രായം കേട്ടാൽ തെറ്റില്ല. പ്രിയപ്പെട്ട സഹോദരൻ വികാരോജ്വലമായി ഒരു ചോദ്യം ചോദിച്ചു. വിഷമമില്ല, അദ്ദേഹം ശാന്തനായി എൻ്റെ മറുപടിയും കൂടി കേൾക്കണം എന്നപേക്ഷിക്കുകയാണ്. അതായത് മുസ്ലിമീങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞത് ഉമാഭാരതിയാണ്. അതുപോലെ പിന്നെ പറഞ്ഞത് നിങ്ങളുടെ NV അബ്ദുറഹ്മാൻ, നിങ്ങളുടെ NV ഇബ്രാഹിം മാസ്റ്റർ അൽമനാർ മാസികയിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ, സുന്നികളെയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. വെല്ലുവിളിക്കുന്ന സഹോദരങ്ങളെ, ആർക്കും ഏറ്റെടുക്കാം. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് അൽമനാറിൽ എഴുതിയ ഒരു വരിയുടെ ശകലമെങ്കിലും കാണിച്ചു തരുന്നവർക്ക് എന്ത് വേണമെങ്കിലും ഓഫർ തരുന്നു. അൽമനാറിൽ അങ്ങനെ എഴുതിയിട്ടില്ല. കേരളത്തിലെ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് അൽമനാറിൽ ഇബ്രാഹിം മാസ്റ്റർ എഴുതിയിട്ടില്ല. പച്ചക്കളവാണത്. അൽമനാർ കൊണ്ടത് തെളിയിക്കാൻ സാധ്യമല്ല. പറഞ്ഞതെന്താണെന്നറിയോ? ഇവരെല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗം കേട്ടിട്ട് ആവേശം കൊണ്ടിട്ട് ആ ചോദ്യകർത്താവും വന്നിട്ടുള്ളത്. എന്താ ചോദ്യം? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞത് സാക്ഷാൽ ബാൽ താക്കറെയാണ്, ഉമാഭാരതിയാണ്. മൂന്നാമതായി പറഞ്ഞത് അരീക്കോട്ടെ NV ഇബ്രാഹിം മാസ്റ്ററാണ്. അൽമനാറിൽ കാണിച്ചു തരാൻ വെല്ലുവിളിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയോ കേരളത്തിലെ സുന്നികളെയോ കൊല്ലണമെന്ന് അൽമനാറിൽ എഴുതിയിട്ടില്ല. പിന്നെ എഴുതിയത് എന്താണെന്നറിയോ? അതിൽ NV ഇബ്രാഹിം മാസ്റ്റർ ലേഖനം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ചുള്ള ഒരു ചരിത്ര ലേഖനം. ആ ചരിത്ര ലേഖനത്തിൽ അൽമനാറിൽ NV ഇബ്രാഹിം മാസ്റ്റർ ഇബ്നു തൈമിയ്യയുടെ ചരിത്രം എഴുതിയപ്പോൾ ഇബ്നു തൈമിയ്യയുടെ പല ഫത്വകളും അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങളെ ക്ഷുഭിതരാക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുവെന്ന്. ഖബറാരാധകരായ ആളുകളെ, ഖബറിനെ ആരാധിക്കുന്ന ആളുകളെ കൊല്ലണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫത്വ എന്നൊരു വരിയുണ്ട് അൽമനാറിൽ. ഖബർ ആരാധിക്കുന്ന ആളുകളെ കൊല്ലണമെന്ന് എഴുതിയതിന് കേരളത്തിലെ സുന്നികൾക്ക് എന്തിന് ബേജാറാകണം? കുമ്പളങ്ങ കട്ടവന്റെ തലയിലൊരാ അടയാളം എന്ന് പറഞ്ഞപ്പോ സഖാഫിമാരെന്തിനാണ് തലപ്പാവ് പൊക്കി തലയിൽ തപ്പുന്നത്? നിങ്ങൾക്കെന്താ പൊള്ളുന്നത്? അൽമനാർ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? കേരളത്തിലെ സുന്നികൾ എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. ഖബർ ആരാധിക്കുന്നവനെ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നവനായതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം അവിടെ അദ്ദേഹം ജീവിച്ചിരുന്ന നാട്ടിൽ ഫത്വ കൊടുത്തിരുന്നു എന്ന് ആ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഫത്വ ഈ അൽമനാറിൽ തർജ്ജമ ചെയ്തു എന്നതല്ലാതെ NV ഇബ്രാഹിം മാസ്റ്റർ കേരളത്തിലെ സുന്നികളെ മുഴുവൻ കൊല്ലൽ നിർബന്ധമാണ്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ മുഴുവൻ കൊല്ലൽ നിർബന്ധമാണ് എന്ന് എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്ക് ആരെയൊക്കെ കൊല്ലാന്നൊക്കെ പറഞ്ഞൂടെ? നിങ്ങൾക്ക് കേൾക്കണോ? ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷകൾ ഫത്ഹുൽ മുഈനിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിസ്കാരം ഒഴിവാക്കിയ ഓനെ കൊല്ലണം എന്നാണ്, നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്നാണ്. നിങ്ങൾക്കറിയോ ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷയിൽ കുഞ്ഞിബാ മുസ്ലിയാരുടെ പരിഭാഷയാണ് ആദ്യം വായിക്കുന്നത്. ഫത്ഹുൽ മുഈൻ ഒരുപാട് ആളുകൾ പരിഭാഷ എഴുതിയിട്ടുണ്ട്. ഒന്ന് കുഞ്ഞിബാ മുസ്ലിയാരുടെ പരിഭാഷയാണ്. ആ പരിഭാഷയിലെ 45-ാമത്തെ പേജിൽ കേട്ടോളൂ. വധശിക്ഷ, ഹെഡിംഗ് ആണ് വധശിക്ഷ. നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് വിശ്വസിക്കുകയും നിസ്കാരത്തിന്റെ ജംഇനുള്ള സമയവും വിട്ട് മനഃപൂർവ്വം മടിയനായി ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന മതം ശാസിക്കപ്പെട്ട ശുദ്ധിയുള്ള മുസ്ലിമായ ഒരുത്തനോട് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ ആവശ്യപ്പെടുക. പശ്ചാത്തപിക്കുവാൻ അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ശിക്ഷ എന്ന നിലക്ക്
അവനെ കഴുത്ത് വെട്ടി വധിച്ചു കളയുക. നിസ്കാരം ഒരാൾ സമയം വിട്ട് പിന്തിപ്പിച്ചാൽ അവനെ കഴുത്ത് വെട്ടി വധിച്ചു കളയണം എന്ന് ഫത്ഹുൽ മൊയ്നിന്റെ പരിഭാഷയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയ പരിഭാഷയുടെ 35-ാമത്തെ പേജിലും ഇങ്ങനെ നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. കൊടശ്ശേരി എഴുതിയിട്ടുള്ള ഫത്ഹുൽ മൊയ്നിന്റെ പരിഭാഷയിലും ഇങ്ങനെ നമസ്കാരം ഒഴിവാക്കുന്നവനെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഒരാൾക്ക് പറഞ്ഞൂടെ, എല്ലാവർക്കും പറഞ്ഞൂടെ? ഫത്ഹുൽ മൊയ്നിന്റെ എല്ലാ പരിഭാഷകളും നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. ഇത് KV മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷയാണ്. ഈ പരിഭാഷയിൽ പന്താവൂര് കൂറ്റനാടല്ല. ഈ പരിഭാഷയുടെ 35-ാമത്തെ പേജിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കാം. മതശാസനയുടെ പരിധിയിലുള്ള ശുദ്ധിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിം നിസ്കാരം നിർബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നതോടുകൂടി മടിയാൽ മനഃപൂർവ്വം ഒരു ഫർള് നിസ്കരിക്കാതെ ജമ്മിന്റെ സമയം വിട്ട് പിന്തിച്ചു എന്ന് വെക്കുക. അതിനെക്കുറിച്ച് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് കൂട്ടാക്കിയതുമില്ല എങ്കിൽ അതിനുള്ള ശിക്ഷ കഴുത്തിവെട്ടി കൊല്ലലാണ്. അവ നിസ്കാരം ഒഴിവാക്കുന്നവനെ കൊല്ലണം. ഫത്ഹുൽ മൊയ്നിന്റെ പരിഭാഷയില് KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയിട്ടുണ്ട്, കോടശ്ശേരി എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞിബാ മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടില്ലേ? ഇത് വായിച്ചിട്ട് ഇപ്പൊ കേരളത്തിലെ ഒരു സുന്നി പറയാണ് കേരളത്തിലെ സുന്നികളെ മുഴുവൻ കൊല്ലണോന്ന് ഫത്ഹുൽ മൊയ്നിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മറുപടി നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടോ? ഫത്ഹുൽ മൊയ്നിൽ അങ്ങനെ ഉണ്ടോ? നിസ്കരിക്കാത്തോലെ കൊല്ലണം എന്നല്ല. ഇതിപ്പോ ഞങ്ങൾക്ക് തർക്കമല്ലല്ലോ. നിസ്കരിക്കാത്തോ മുസ്ലിമാണോ? എന്താ നിങ്ങളെ വാദം? നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഒറിജിനൽ സുന്നിയാവുന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങളെ കൊല്ലണം എന്നല്ലേ ഫത്ഹുൽ മൊയ്നിൽ പറഞ്ഞിട്ടുള്ളത്? അതെവിടെ മൗലവിയെ പറഞ്ഞ? മൗലവി നിസ്കരിക്കാത്തോല് മൗലൂദ് ഓതിയാലും കൂലിട്ടു നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഇതാ കേട്ടോ, നിങ്ങളുടെ പുസ്തകം സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഹംസക്കോയ ബാക്കവിയുടെ പുസ്തകത്തിന്റെ 246-ാമത്തെ പേജ് 246-ാമത്തെ പേജിലെ ലേഖനത്തിന്റെ ഹെഡിങ് എന്താണെന്നറിയോ? നമസ്കരിക്കാത്തവന് മൗലീദ് ഓതാമോ? ഇതാണ്. നിസ്കരിക്കാത്തവന് മൗലൂദ് ഓതാൻ പറ്റുമോ? ഇത് പറയണേ. ഒരു ഹദീസ് ധരിച്ചിട്ട് പറയണേ, ഈ ഹദീസിൽ നിന്നും നിസ്കാരവും മറ്റും നിർവഹിക്കാത്തവൻ ശരിക്ക് ശ്രദ്ധിക്കണം. നിസ്കാരവും മറ്റും നിർവഹിക്കാത്തവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ച് മൗലിദ് പാരായണം നടത്തിയാൽ രക്ഷപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാവുക. നിസ്കരിക്കാത്തോനും നബിന്റെ മൗലൂദ് ഓതിയാൽ രക്ഷപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാവുക എന്ന് 247-ാമത്തെ പേജിൽ സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ എന്ന പുസ്തകത്തിൽ ഹംസക്കോയ ബാക്കവി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ സുന്നത്ത് ജമാഅത്തുകാർ പരിചയപ്പെടുത്തുന്ന സുന്നികളെ മുഴുവൻ കൊല്ലണം എന്ന് ഫത്ഹുൽ മൊയ്നിലുണ്ട്, കൊടശ്ശേരി എഴുതിയിട്ടുണ്ട്, പന്താവൂർ എഴുതിയിട്ടുണ്ട്, കുഞ്ഞിബാ മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂം ഒറിജിനൽ ഫത്ഹുൽ മൊയ്നിലും എഴുതിയിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ആരെങ്കിലും ഫിത്നയും ഫസാദും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്ത് മറുപടിയാണോ പറയാനുള്ളത്? അത് തന്നെയാണ് ഖബറാരാധകരെ കൊല്ലണം എന്ന് NV ഇബ്രാഹിം മാസ്റ്റർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫത്വയായി അൽമനാറിൽ ഉദ്ധരിച്ചതിനെ കുറിച്ചും പറയാനുള്ളത്. വെറുതെ ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണം എന്ന് പറയുന്ന ഉമാഭാരതിയുടെയും അതുപോലെ തന്നെ ബാൽ താക്കറയുടെയും തോളിൽ കൈയിട്ട് നടക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനമല്ല. സാക്ഷാൽ മർക്കസിന്റെ കൂടാരത്തിലേക്ക് രാജഗോപാലനെയും BJPയുടെ നേതാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ചായ സൽക്കാരവും ബിരിയാണിയും ലക്ഷങ്ങളുടെ കൈമടക്കും കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊന്നെടുക്കണമെന്ന് പറഞ്ഞ ബാൽ താക്കറയുടെയും ഉമാഭാരതിയുടെയും കക്ഷികളുടെ കയ്യിൽ തോളിട്ടുകൊണ്ട് നടന്നത് മുജാഹിദ് പ്രസ്ഥാനമല്ല. അത് അപ്പുറത്തുള്ള ആളുകളുടെ പരിപാടിയാണ്. മുജാഹിദുകളുടെ മേൽ കുതിര കയറുമ്പോൾ സൂക്ഷിച്ചുകൊണ്ട് കുതിര കയറണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിനയത്തോടുകൂടി പറയുന്നു, അൽമനാറിൽ അങ്ങനെ എഴുതിയിട്ടില്ല. എഴുതിയത് ഇങ്ങനെയാണ്. തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സഖാഹിമാരുടെ ശ്രമം വിലപ്പോവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. നാട്ടിലൊരു സുന്നി പ്രവർത്തകനായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം മുജാഹിദ് ഇതര വിഭാഗങ്ങളുടെ ആശയങ്ങളും